ചെയ്യാൻ പോകുന്നത് കിളിക്കൂടിൻ്റെ അകത്ത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് എങ്ങനെ നമുക്ക് വെക്കാമെന്നാണ്. ഇതൊരു പഴയ കിളിക്കൂടാണ്. ഇത് കിളിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇതിലെന്തുകൊണ്ടൊരു ഹാങ്ങിങ് പ്ലാന്റ് സെറ്റ് ഇടുകയാണെന്ന് ആലോചിച്ച് അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഹാങ്ങിങ് പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയതാണിത്. ഇതിപ്പോൾ അത്യാവശ്യം താഴത്തേക്ക് നീളമൊക്കെ വെച്ച് പോരുന്നുണ്ട്. ഇത് ശരിക്കും നല്ല മുടി പോലെ നല്ല താഴത്തേക്ക് ഇഷ്ടം പോലെ നീളത്തിൽ ഇത് വരും. തഴച്ച് വളരുന്നതാണിത്. ഭയങ്കര സ്പീഡാണ് ഇത് വളരാനായിട്ട്. അപ്പം നമുക്ക് ഇത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നോക്കിയാലോ. ഇതിൻ്റെ അകത്ത് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിക്കകത്ത് മണ്ണിട്ടിട്ടാണ് ചെടി വെച്ചിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ആദ്യം വേണ്ടത് ഒരു കിളിക്കൂടാണ്. കിളിക്കൂട് എന്ന് പറഞ്ഞാൽ ഒരു കോട്ടിംഗ് ഉള്ള ടൈപ്പാണ്. പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ളതാണ്. പ്ലാസ്റ്റിക് കോട്ടിംഗ് ഇല്ലാത്താണെങ്കിൽ നമുക്ക് ഇതിലെപ്പോഴും വെള്ളം ഒഴിക്കണതുകൊണ്ട് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഇല്ലാത്താണെങ്കിൽ വേഗം തുരുമ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ളത് തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലുള്ളതാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി ആവശ്യമുള്ള സാധനങ്ങൾ അറിയാം എന്തൊക്കെ വേണ്ടതെന്ന്. ഒരു ആക്സോ ബ്ലേഡ് വേണം, ഒരു പ്ലെയർ വേണം, പിന്നെ ഒരു ചെമ്പ് കമ്പിയോ ഇരുമ്പ് കമ്പിയോ അങ്ങനെ എന്തെങ്കിലും കമ്പി വേണം. ഇത് നമുക്ക് വളച്ചിട്ട് ഇതിവിടെ തൂക്കിയിടാനുള്ളതാണ്. പിന്നെ വേണ്ടത് ഒരു ചട്ടി, ചെറിയ ചട്ടിയാണ്, പൊക്കം കുറഞ്ഞ ചട്ടിയാണ്. ഇത് പെറ്റ് ഷോപ്പിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. ഒരു 60 രൂപ 70 രൂപ ആവാൻ വഴിയുള്ളൂ. ഇത് കിളികൾക്ക് തീറ്റയൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ചട്ടിയാണ്. അങ്ങനത്തെ ചട്ടിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കണത്. ആദ്യം ഇതിൽ ചട്ടിയാണ് വെക്കേണ്ടത്. ആദ്യം ചട്ടി ഇതിൻ്റെ അകത്തേക്ക് വരണം. ഇത് ഈ കൂടുന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ലൈഡിങ് ഡോറുള്ള ടൈപ്പ് കൂടാണ്. ഇപ്പോൾ പല കൂടും പല ടൈപ്പിലുള്ള വാതിലായിരിക്കും ഇതിനുള്ളത്. ഇതിൻ്റെ സ്ലൈഡിങ് ആണ്, മുകളിലേക്ക് സ്ലൈഡിങ് ആണ്. നമുക്ക് പതുക്കെ ഇനി ക്ലിപ്പുണ്ട് ഇവിടെ 2 എണ്ണം, താഴെയുണ്ട് മുകളിലും ക്ലിപ്പുണ്ട്. ഈ ക്ലിപ്പ് ഇങ്ങനെ പതുക്കെ കൈവച്ച് പൊക്കിയിടുക. 2 സൈഡിലും ക്ലിപ്പ് പതുക്കെ തള്ളി കഴിഞ്ഞാൽ പുറത്തേക്ക് വരും. ക്ലിപ്പ് നമുക്ക് ഇപ്പം കിട്ടി. ഈ സ്ലൈഡിങ് ഡോർ നമ്മൾ ഇതിൽ നിന്ന് ഇതിൻ്റെ ക്ലിപ്പ് മാറ്റിയിട്ട് ഊരി പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ ലൈൻ, ഈ നടുക്കേ കൂടിയുള്ള ഈ ലൈനിൻ്റെ ഈ ലൈനിൽ ഇവിടെ ഒരു വലിയ ലൈൻ കാണാം. നമുക്ക് ഈ സൈഡിലും വലിയ താഴെ വരെയുള്ള ലൈൻ കാണാം. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ചെറിയ ലൈനുണ്ട്, ചെറിയ ഈ 2 ലൈൻ. ഈ 2 ലൈൻ ഞാൻ ഓൾറെഡി ഇവിടെ കട്ട് ചെയ്ത് വെച്ചതിനാണ്. ആക്സോ ബ്ലേഡ് വെച്ച് നമുക്ക് ഈ ലൈൻ ഇവിടെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഈ വലിയ ലൈനിൻ്റെ തൊട്ട് ഇപ്പുറത്തെ ഈ ലൈൻ നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഫ്രീ ആയിട്ട് മുകളിലേക്ക് പതുക്കെ പൊക്കണം. നിങ്ങളിത് പൊങ്ങിയിരിക്കുന്നുണ്ട്. ഇതിൽ ചട്ടിക്കകത്ത് ഡ്രില്ല് വെച്ച് 2 ഹോൾ ഇട്ടിട്ടുണ്ട്, വെള്ളം പോകാനായിട്ടാണത്. ഇനി നമുക്ക് ഈ ചട്ടി ഇതിൻ്റെ അകത്തേക്ക് വെക്കാം. ചട്ടി ഇതിൻ്റെ അകത്തേക്ക് വെക്കാനായിട്ട് പതുക്കെ ഇതൊന്ന് പുറത്തേക്ക് തള്ളി പിടിക്കുക. ഇതിങ്ങനെ പതുക്കെ നമ്മൾ പൊക്കി പിടിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് തള്ളി വെക്കാം. തള്ളി നമുക്ക് പതുക്കെ അകത്തേക്ക് തള്ളി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇത് കയറിയിട്ടുണ്ട്. നമുക്ക് പതുക്കെ താഴത്തേക്ക് വെച്ചെടുക്കാം. വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. ഇത് സാധാ മണ്ണാണ്, വേറെ ചാണകപ്പൊടിയോ വേറെ വളങ്ങളൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. ഈ ചെടി ആയതുകൊണ്ട് ഇതിന് വേറെ വളമൊന്നും വേണമെന്നില്ല, വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി മണ്ണിൽ. അതുകൊണ്ട് ഞാൻ മണ്ണ് മാത്രം കൊടുക്കുന്നു. ഇതിൽ അതാണ് മണ്ണിട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് മുകളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം താഴത്തേക്ക് വലിഞ്ഞു കഴിയുമ്പോൾ നമുക്കിനി ചെടി നടാം. ഇത് ഞാൻ പറിച്ച് കളഞ്ഞ ചെടിയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഇതേപോലെ കൂമ്പായിട്ടുള്ള ഭാഗങ്ങളെടുത്ത് അത് നട്ട് കഴിഞ്ഞാൽ വേഗം പിടിച്ചോളൂ. ഇത് വെറുതെ ഇതിലേക്ക് എടുത്തിട്ടാലും ഇത് പിടിക്കും.
അപ്പോൾ ഞാൻ കൂമ്പ് മാത്രമാണ് ഇതിന് തിരഞ്ഞെടുത്തെടുക്കുന്നത്. ഇതേപോലത്തെ കുറച്ച് കൂമ്പുകൾ ഇതിൽ നിന്ന് നടത്തുന്നത്. ഇതിപ്പോൾ ഒരു 3-4 തണ്ട് കൂമ്പുകളുണ്ട്. ഇത് ഒരുമിച്ചാണ് ഞാൻ ഇതിലേക്ക് കുത്തിയോളാം. കൈ കൊണ്ട് തന്നെ ചെറിയൊരു ഹോൾ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെറുതെ വെച്ചാൽ ഇത് താഴെ കിടക്കണത് പതുക്കെ വേര് നമുക്ക് ഇതിൻ്റെ കവർ തിരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ശരിക്കും ഇതിൽ പ്രസ്സായിട്ട് നേരെ ഇരുന്നോളും. ഇത് ആദ്യം ഈ സൈഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടിട്ട് രണ്ടിൻ്റെ താഴത്തും മുകളിലും ഒരു സൈഡ് കയറ്റിയിടാം. പതുക്കെ സൈഡ് വലിച്ച് നിവർത്തിയിട്ട് ഇതിൻ്റെ അകത്തേക്ക്. അതുപോലെ തന്നെ ഈ സൈഡും ഫുള്ളായിട്ട് ഈ സൈഡിലേക്ക് വലിച്ചു പിടിച്ചിട്ട് നിവർത്തി പിടിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. ഇപ്പോൾ 2 സൈഡും കയറിയിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് പതുക്കെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഫുള്ള് ലോക്കായി കിടപ്പുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഇനി താഴത്തെ സ്ലൈഡ് ചെയ്ത് താഴത്തേക്ക് ഇടാം. മുകളിലേക്ക് വെക്കണമെങ്കിൽ മുകളിലേക്കും പൊക്കാം. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് കവർ ചെയ്ത് ഇരിക്കണേ. ഇനി നമുക്ക് ഈ ചെമ്പ് കമ്പി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊരു ഹുക്ക് ഇട്ട് കൊടുക്കുക. ചെമ്പ് കമ്പി എടുക്കുക, കുറച്ച് കട്ട് ചെയ്യുക. സൈഡ് ഇങ്ങനെ വളച്ചെടുക്കുക. അതുപോലെ എൻ്റെ മോൾ ഭാഗത്തെ സൈഡ് തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് നോക്കാം. ഇനി ഇത് നമുക്ക് ഹുക്കിലേക്ക് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ കമ്പിയിലോ വേറെ എവിടെയെങ്കിലും തൂക്കിയിട്ട് കഴിഞ്ഞാൽ അത് അവിടെ കിടന്നോളും. ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇപ്പം ഞാൻ ഇത്തിരി ബലമുള്ള ചെമ്പ് കമ്പിയാണ് എടുത്തേക്കണത്. ഇരുമ്പ് കമ്പി ആണെങ്കിൽ ഇതിലും നല്ലതായിരിക്കും. ഇരുമ്പ് കമ്പി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇരുമ്പ് കമ്പി ഇടുക. ഇത് ഇനി എവിടെയെങ്കിലും തൂക്കിയിടാം. 1 മാസം കഴിയുമ്പോൾ നല്ല വളർച്ച ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഓക്കെ, താങ്ക് യു.
ചെയ്ത് നോക്കണം. വീട്ടിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന കൂട് കാര്യങ്ങൾ അങ്ങനെ എന്തെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ.